എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ ആൻഡ് പെർഫെക്റ്റ് ബീഫ് ഫ്രൈ എങ്ങനെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞാൻ ബീഫ് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറിൽ ക്ലീൻ ചെയ്തെടുത്ത് വെച്ച ബീഫ് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. 150 ഗ്രാം ബീഫാണുള്ളത്. ചെറിയൊരു അളവിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനിവിടെ 1 ടീസ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി പൗഡർ ഞാനിവിടെ 1 ടീസ്പൂൺ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ബീഫ് വളരെ കുറച്ചുള്ളൂ, അതുകൊണ്ട് സ്പൈസസ് എല്ലാം വളരെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ 1 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്, 1 മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അതുകൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാതെ പ്രഷർ കുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് പ്രഷർ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം കൊണ്ടുവരാം. ഞാനിവിടെ ബീഫ് പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്, എക്സ്ട്രാ വെള്ളമൊന്നും ഇല്ല. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ട ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓയിൽ ഇവിടെ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് സവാളയാണ്. ഞാനിവിടെ 2 മീഡിയം സൈസുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും അതിൻ്റെ കൂടെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി മാക്സിമം എത്ര ആഡ് ചെയ്യാൻ പറ്റുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ ഒരു ഫുൾ ഗാർലിക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിനിമം ഒരു 10 വെളുത്തുള്ളിയെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയിലേക്കുള്ള ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. എനിക്ക് ബീഫിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് വേണ്ടി വരും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതൊന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. സവാള ഇത്രയും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പെപ്പർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പെപ്പറാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നമുക്ക് ഇതിലോട്ട് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ പെപ്പർ പൗഡർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സവാളയിലേക്ക് ഉപ്പ് ചേർക്കേണ്ടത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബീഫ് ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ബീഫിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് പിടിക്കാനുള്ള സമയമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് അവസാനം ചേർത്ത് കൊടുത്താലും മതി ചെക്ക് ചെയ്തതിന് ശേഷം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം. 2 മിനിറ്റ് കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു വെച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു പാകത്തിനായി വന്നിട്ടുണ്ട്. നമ്മളിത് എത്രത്തോളം ഇളക്കി ഡ്രൈ ആക്കി എടുക്കുന്നോ അത്രയും രുചിയായിരിക്കും ഈ ബീഫ് ഫ്രൈക്ക് കിട്ടുന്നത്. അങ്ങനെ ഇവിടെ ഞാനൊരു 3 മിനിറ്റ് കൂടെ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പാകത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. Thanks for watching.